ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കണവ റോസ്റ്റ് റെഡിയാക്കിയാലോ. വാ. കണവെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത് മൂന്നും കൂടെ വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് വേവട്ടെ. കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. അപ്പം കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ടോ. ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളിയാണ് നല്ലത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിന് സവാളക്കായാലും നല്ല ടേസ്റ്റാണ് കൊച്ചുള്ളി ഇടുമ്പോൾ കേട്ടോ. സവാള അത്ര ടേസ്റ്റ് നമുക്ക് വരത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ കൊച്ചുള്ളി തന്നെ എടുക്കണം ഇതിൽ. അപ്പം നല്ലതായിട്ട് അത് നല്ല ബ്രൗൺ കളറിൽ ഇവിടെ ആയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഉള്ളി വഴറ്റിയ അതേ ചീനിച്ചട്ടിയിലോട്ട് തന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇത് ഇത്രയും കൂടി ഇട്ട്, മുളക് പൊടി ഇത് ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം കണവ നല്ലതായിട്ട് വെന്തിരിപ്പുണ്ടായിരുന്നു. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 7 വിസിലോളം വരുത്തി അത് വേവാനായിട്ട്. ആദ്യം ഒരു 5 വിസിൽ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊരു ശകലം കൂടെ വേവാനുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 2 വിസിലൂടെ അതിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിപ്പോൾ നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് വീഡിയോ എടുക്കുന്നിടത്ത് എനിക്കൊരു ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും ഇത് ഇളക്കുന്നതുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ ഒരു കൈ കൊണ്ടാണെങ്കിൽ ഇതെല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന ഉള്ളിയും കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം യോജിപ്പിച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചെറുതീയിൽ തിളച്ച് കഴിയുമ്പോൾ അത് ചെറുതീയിൽ വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ കണവ ഈ പരുവായി വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ കണവ റോസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു കമൻറ്റ് എനിക്ക് ഇട്ടേക്കണം കേട്ടോ. എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടേക്കണം. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ കണവ റോസ്റ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കണം. ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് കറിവേപ്പില കിട്ടിയില്ല കൂട്ടുകാരെ. അതെനിക്കൊരു ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് എല്ലാത്തിലും കറിവേപ്പില ഇടുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് കറിവേപ്പില കിട്ടിയില്ല. കറിവേപ്പില ഇല്ല എന്ന് വിചാരിച്ച് കണവ റോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് കണവ റോസ്റ്റ് ചെയ്തതാണ്. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാന്നെല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്